ഈ രാജ്ദീപ് സർദേശായി പറയാത്ത, ആ. അല്ലെങ്കിൽ പ്രണയ് റോയി അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു രഹസ്യം ഞാൻ പറയാം. രഹസ്യമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു ദേശീയ വികാരം, തീവ്ര ദേശീയ വികാരം അല്ലെങ്കിൽ ഹിന്ദുത്വ വികാരം, അത് രാജ്യത്തിപ്പോഴുണ്ട്. അത് വലിയൊരു പരിധി വരെ ബീഹാറിലടക്കം പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്ര വലിയ ഈ ഏറ്റവും അവസാനം ഉണ്ടായ ഡൽഹിയിലെ ബ്ലാസ്റ്റ് ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം അതിനൊക്കെ മുമ്പ് തന്നെ ജനങ്ങൾ വോട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും റിസൾട്ട് തമ്മിലൊരു വ്യത്യാസമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അതെ അതെ. ഫസ്റ്റ് ഫേസ് വോട്ടിങ് കഴിഞ്ഞതിന് ശേഷമുള്ളൂ ഈ ഡൽഹിയിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത്. ബോംബ് ബ്ലാസ്റ്റ് അല്ല, പക്ഷേ മറ്റേ സാധനമുണ്ട്, അത് നേരത്തെ ഉണ്ട്. അത് ബീഹാറിലെ 243 മണ്ഡലത്തിനും ഒരുപോലെ ബാധകമായിട്ടുള്ളതാണ്. ആ സാധനം നേരത്തെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘടകം അവിടെ ഉണ്ട്. ഈ തീവ്ര ദേശീയ വികാരമുണ്ട്, ഹിന്ദുത്വമുണ്ട്, ഒ ബി സിക്കാരുടെ വലിയ ഒരു മുന്നണി. ശരിക്കും മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നത് നിതീഷിന്റെ മുന്നണിയാണ്. കാരണം യാദവന്മാരും കുർമികളും അല്ല, യാദവന്മാരും മുസ്ലിങ്ങളും ഒഴിച്ച് പിന്നെ ഒരു മല്ല സമുദായമുണ്ട്, ഈ മീൻപിടുത്തക്കാരൻ. അത് ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും ഒരു ചരടിൽ ഇടയ്ക്ക് കൊടുത്തു. അതായത് കായസ്ഥന്മാർ, ഭൂമിഹാർമാർ, രജപുത്രർ, ബ്രാഹ്മണർ, ഇതെല്ലാം ബി ജെ പിയുടെ വോട്ട് ബാങ്കാണ്. പിന്നെ യാദവന്മാർ ഒഴിച്ചുള്ള മറ്റ് ഹിന്ദു ഒ ബി സി, അതാണ് കുർമി, കോയിലി മുതലായ വിഭാഗങ്ങൾ, അവരൊക്കെ നിതീഷിൻ്റെയാണ്. പിന്നെ ജിതൻ റാം മാഞ്ചിയുടെ കൂടെയാണ് മഹാദളിതർ, വെറും ദളിതർ, രാംവിലാസ് പാസ്വാന്റെ കൂടെയാണ്. അപ്പോൾ വലിയൊരു കമ്മ്യൂണൽ കോമ്പിനേഷൻ ആക്കിയിട്ട് അതിനെ എങ്ങനെ അതിജീവിക്കാനാണ്? ഇപ്പോൾ കേരളത്തിലെ നല്ലവരായ നായന്മാരും ഇടവരും ക്രിസ്ത്യാനികളും ദീപരനും വിശ്വകർമ്മരും എല്ലാം കൂടി ചേർന്നൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് ആ തെരഞ്ഞെടുപ്പിന് നേരിട്ട് എങ്ങനെ സംഭവിക്കും? നമുക്കറിയാമല്ലേ? അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം വരുന്നത് സോഷ്യൽ എഞ്ചിനീയറിങ് അവിടെ നടപ്പായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ മറ്റവർക്ക് യാതൊരു സാധ്യതയില്ല. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് തോറ്റതിന് രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു വിശേഷമില്ല. പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മിനിമമാണ്. വളരെ മിനിമം കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. ഇല്ലാന്ന് ഞാൻ പറയില്ല കേട്ടോ. പുള്ളിയുടെ പുള്ളി ചെയ്തൊരു വലിയ സംഭാവന എന്ന് പറഞ്ഞ് സിന്ദൂർ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പുള്ളി നടത്തി. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇത്ര വിമാനം നഷ്ടപ്പെട്ടു, എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞു. എന്നൊന്നും ആ സമയത്ത് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് സർവകക്ഷി സംഘത്തെ അയക്കുമ്പോൾ പുള്ളി അതിന് ഇടങ്കോലിട്ടു. ശശി തരൂർ പോകണ്ട, അല്ലെങ്കിൽ നമ്മുടെ സൽമാൻ ഖുർഷീദ് പോകണ്ട എന്നൊക്കെ പുള്ളി പറഞ്ഞു. അതിനെ താഴ്ത്തി കിട്ടുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതൊക്കെ രാഹുൽ ഗാന്ധിയുടെ വലിയ ടാക്ടിക്കൽ ബ്ലണ്ടർ തന്നെയാണ്. പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ പോലും ബീഹാറിൽ ജയിക്കുമായിരുന്നില്ല. ബീഹാറിൽ സത്യത്തിൽ കോൺഗ്രസും ആർ ജെ ഡിയും തോൽക്കുകയല്ല ചെയ്ത്. നമ്മൾ അങ്ങനെ പറയുന്നത് തെറ്റാണ്, മഹാപാപമാണ്. അവിടെ മോഡിയും നിതീഷും ജയിക്കുകയാണ് ചെയ്തത്. അവർ ജയിക്കുന്ന കോമ്പിനേഷനിൽ അവർ ജയിച്ചു. അതിലിപ്പോൾ എന്താ ഇത്ര വലിയ വാർത്തകളിൽ ഒന്നുമില്ല എൻ്റെ അകത്ത്.